ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ വലിയവനായ ദൈവം സാവകാശം ഒരുക്കി. കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ സംസാരിച്ചു പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ദാനിയേൽ പ്രവചനത്തിൽ നിന്നാണ് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലെ മീറ്റിംഗില് ഞാൻ ശാരീരികമായി അല്പം ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് ചില ട്രബിളുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളതെല്ലാം സഹകരിച്ചും ഒക്കെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയി. ഈ ആഴ്ച ദൈവവചനം പറയുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം മറ്റൊരു ദൈവദാസനെ നമ്മുടെ നടുവിലേക്ക് നിയോഗിച്ച് അയച്ചിട്ടുണ്ട്. ഞാൻ കുറെ കാലങ്ങളായിട്ട് അറിയും എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ നേരിട്ട് അറിയില്ല, എന്നാൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം UK-യിലാണ് താമസിക്കുന്നത്. പാസ്റ്റർ ബൈജു സാം. അദ്ദേഹം ദൈവജനത്തിലൂടെ ശക്തമായി ശുശ്രൂഷിക്കുകയും അതുപോലെ തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും പല സംവിധാനങ്ങളിലൂടെയൊക്കെ തന്റെ എഴുത്തുകളിലൂടെ അനേകരെ ചിന്തിപ്പിക്കുന്ന ഒരു ദൈവദാസൻ. തന്റെ എഴുത്തുകളൊക്കെ വായിച്ച് ഞാൻ വളരെ ആശ്ചര്യപ്പെടുകയും മറ്റു പലർക്കും ധാരാളം പേർക്ക് ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം കാലഘട്ടത്തിന്റെ ശബ്ദം എഴുത്തിലൂടെയൊക്കെ ദൈവദാസന്മാരെ ഉപയോഗിക്കും. അതെല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. എഴുത്തുകളിലൂടെ ഉപയോഗിക്കും, അവരുടെ പ്രസംഗങ്ങളിലൂടെ ഉപയോഗിക്കും. ജനത്തെ വചനത്തിലേക്ക് തിരിക്കാൻ, ദൈവത്തിന്റെ കാര്യപരിപാടി തിരിച്ചറിയുവാൻ പാകത്തിന് അവരെ മടക്കിക്കൊണ്ടുവരുവാനൊക്കെ ദൈവകരങ്ങളിൽ എടുക്കുന്ന ദൈവദാസന്മാരുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വളരെ കുറവായതുകൊണ്ട് അധികം പേരെ നമ്മുടെ കൂട്ടായ്മയിൽ വിളിക്കാറില്ല. ഞാൻ അങ്ങനെ അധികം പേരെ വിളിക്കാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു വലിയ കാരണമാണ് കോൺഫിഡൻസ് ഇല്ലായ്മ. കാരണം എനിക്ക് ഉത്തമമായ ബോധ്യവും കോൺഫിഡൻസും ഉള്ളത് കൊണ്ടാണ് എന്നെക്കാളും ഒക്കെ ശക്തമായിട്ട് ശുശ്രൂഷിക്കുകയും അതുപോലെ അനേകരെ ദൈവജനം പഠിപ്പിക്കുകയൊക്കെ ചെയ്തൊരു ദൈവദാസനാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യങ്ങളും ധൈര്യമുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ പറയാറുള്ളത് പോലെ ഈ ദൈവരാജ്യവും ലോകമൊക്കെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് പെന്തിക്കോസിലെ ഇന്നത്തെ ഒരു രീതി. ഞാൻ പറയുന്നത് മെയിൻ ലൈൻ പെന്തിക്കോസിന്റെ കാര്യമാണ്, ന്യൂ ജനറേഷൻ പെന്തിക്കോസിന്റെ കാര്യമല്ല. അവര് പക്ക ലോകം തന്നെ പ്രസംഗിക്കുമ്പോൾ അത് അത്ര വലിയ അപകടമില്ല, നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവർ ലോകക്കാരാണ്. പക്ഷെ ഈ മെയിൻ ലൈൻ പെന്തിക്കോസിലെ പാസ്റ്റർമാരുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടും സമാസമം 50-50 അല്ലെങ്കിൽ 60-40 പല റേഷ്യോ ഉണ്ട് അവരുടെ കയ്യിൽ. ചില വിദ്വാന്മാരുടെ കയ്യിൽ 90-10 എന്നൊക്കെയുള്ള റേഷ്യോയെ ഉള്ളത്. 90% ദൈവരാജ്യം പ്രസംഗിക്കും, അവസാനം ഒരു 10%. ചിലരതൊക്കെ കഴിഞ്ഞങ്ങ് പോയിട്ട് 99 വരെയൊക്കെ വേണമെങ്കിൽ അങ്ങ് പിടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പറഞ്ഞ സാധനമൊക്കെ മിക്സ് ചെയ്യും അതിനകത്ത്. അതെല്ലാം അപകടകാരികളാണ്, കനത്ത അപകടകാരികളാണ്. അതിന് നടുവിലാണ് ഈ ദൈവദാസനെ ഇന്ന് നമ്മുടെ നടുവിലേക്ക് സ്വർഗം അയച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം UK-യിൽ താമസിക്കുമ്പോൾ തന്നെ അദ്ദേഹം നിലമ്പൂർക്കാരനാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്ത് തന്നെ എന്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ സാം കെ തോമസ് എന്ന് പറയുന്നു, അദ്ദേഹം അവിടെ താമസിക്കുന്നു. ഞാൻ ആ വീട്ടിൽ പലപ്പോഴും പോകാറുണ്ട്. ആ സമയത്തൊക്കെ ആ സ്നേഹിതനാണ് എന്നോട് ആദ്യമായിട്ട് ഈ ദൈവദാസനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, കുറെ കാലം മുമ്പ്. അതിനുശേഷം നമ്മുടെ മീറ്റിംഗിൽ നിരന്തരമായി അറ്റൻഡ് ചെയ്യുന്ന പ്രിയ സഹോദരൻ ജെയിംസ് UK-യിലാണ്, വെയിൽസിലാണ്. ഇവര് അയൽവാസികളാണ്, ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നവരാണ്. അങ്ങനെ ജെയിംസിൽ നിന്നും ധാരാളം ദൈവദാസനെ കുറിച്ചും തന്റെ ശുശ്രൂഷയെ കുറിച്ചും ഒക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 വർഷം മുമ്പേ ആഗ്രഹിച്ചതാണ് ദൈവദാസനെ ഒന്ന് വിളിക്കണമെന്ന്. പക്ഷെ ഇങ്ങനെ നീണ്ടു പോയി. എന്നാൽ ഇന്ന് അതിനൊരു സമയം ഒരുങ്ങി വന്നു. സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനിലൂടെ ഇന്ന് നമ്മോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കും. ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല, സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഞാൻ ദൈവദാസന് മൈക്ക് കൈമാറുകയാണ്. ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അതിന്റെ സമയമെടുത്ത് തന്നെ സംസാരിച്ച് പറഞ്ഞ് അദ്ദേഹം പൂർത്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവദാസനെ ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടട്ടെ. ഈ പ്രത്യേക മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൽ ആദരണീയനായിരിക്കുന്ന പ്രിയ ദൈവദാസൻ പാസ്റ്റർ സജീവ് വർഗീസ്, ഈ സൂം പ്ലാറ്റ്ഫോമിൽ പല ടൈം സോണിൽ ഇരുന്നു കൊണ്ട് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന അനുഗ്രഹീതരായിട്ടുള്ള എല്ലാ ദൈവമക്കൾ, കത്തുദാസന്മാർ, എല്ലാ പ്രിയമുള്ളവർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. റെമനന്റ് റിവൈവൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക നിലകളിൽ നിങ്ങൾ
നടത്തുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പേര് പോലെ തന്നെ എക്കാലഘട്ടത്തിലും ഒരു ശേഷിപ്പ് കർത്താവിന് വേണ്ടി ഉണ്ട് എന്നുള്ള ബോധ്യം ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ എക്കാലഘട്ടത്തിലും കർത്താവിന് വേണ്ടി നിലകൊണ്ട ഒരു സമൂഹമുണ്ട് എന്നുള്ളത് ദൈവവചനത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഹിസ്റ്റോറിക്കലും പഠിച്ചാലും നമുക്കത് കാണാനായി സാധിക്കുന്നുണ്ട്. പ്രിയ സജീവ് പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് സത്യത്തില് പേര് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എങ്കിലും പ്രിയ ദേവദാസന്റെ വാട്സപ്പ് മെസ്സേജ് വോയിസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ഫേസ്ബുക്കിലൊക്കെ ദേവദാസന്റെ ചില സന്ദേശങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ ശബ്ദത്തിന്റെ പരിചയം കൊണ്ട് എനിക്ക് ആളെ മനസ്സിലായിരുന്നു. എങ്കിലും ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇപ്രകാരം ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരങ്ങൾ നൽകി എന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവ് ഇന്ന് ഈ സമയത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. ദൈവ വചനത്തിന്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക നില നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തിന് വേണ്ടിയും ദൈവവചനത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുവാൻ ദൈവം നമ്മെ അതാത് ദേശത്ത് അതാത് സ്ഥാനങ്ങളിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. അതിൽ വിശ്വസ്തരായി നാം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ദൈവരാജ്യത്തിന്റെ ആ വ്യാപ്തിക്കും ദൈവനാമത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി നമ്മളാൽ ആവോളം അധ്വാനിപ്പാനും പ്രവർത്തിപ്പാനും ഒക്കെ ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടിയാണ് സമയങ്ങൾ വേർതിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവമക്കളായ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും എനിക്ക് ഈ വിഷയത്തിൽ ആവശ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കതിനു വേണ്ടി കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 ആദ്യത്തെ 3-4 വാക്യങ്ങൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1 to 4, 3-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ, വായിക്കുക പതിവുണ്ടല്ലോ അല്ലെ, ഒന്ന് വായിച്ചാൽ ഉപകാരമായി. വായിച്ചാൽ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. മതി. ഈ ദൈവവചന ഭാഗത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കൊലോസ്യ സഭ എന്ന് പറയുന്ന ഈ ചർച്ച് എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിന് അവിടെ നിന്ന് ഏകദേശം 100 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കൊലോസ്യ പട്ടണം. അവിടെയുള്ള സഭയാണ് കൊലോസ്യ സഭ. ഈ കൊലോസ്യ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്റെ എഴുത്തുകളിലൂടെ ഓർപ്പിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗമാണ് നാം ഈ സമയത്ത് വായിച്ചത്. പ്രത്യേകിച്ചും കൊലോസ്യ പട്ടണത്തോട് ചേർന്ന് നിലകൊള്ളുന്ന 3-4 സ്ഥലങ്ങളുണ്ട്. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഹീരപ്പോലിസ്, ലവോദിഷിയ തുടങ്ങിയ പല സ്ഥലങ്ങളും ഈ പട്ടണത്തോട് ചേർന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടെയുള്ള ഈ കൊലോസിയ പട്ടണത്തിൽ ദൈവത്തിന്റെ നാമത്തോടുള്ള ബന്ധത്തിലും ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് കൊലോസിയ സഭ. പ്രത്യേകിച്ചും പൗലോസ് ലേഖനം ഈ സഭയ്ക്ക് എഴുതുന്നുവെങ്കിലും പൗലോസ് അല്ല ഈ സഭ സ്ഥാപിച്ചത് എന്ന് നമുക്ക് ചരിത്രപരമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന ഈ എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ നമുക്ക് ഈ കൊലോസ്യ ലേഖനത്തിൽ കാണാൻ കഴിയുന്നു. ഈ എപ്പഫ്രാസ് എന്ന് പറയുന്ന ദൈവദാസനായിരിക്കാം കൊലോസ്യ പട്ടണത്തിൽ കൊലോസ്യ സഭ സ്ഥാപിച്ചു എന്നുള്ള നിഗമനങ്ങളും അതുപോലെ ചരിത്രപരമായിട്ട് പല അഭിപ്രായങ്ങളും നിലവിലുണ്ട്.
എങ്ങനെയായിരുന്നാലും ശരി, കൊലോസിയ പട്ടണത്തിൽ ദൈവത്തിന്റെ പ്രത്യേക നിയോഗത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് ഈ കൊലോസ്യ സഭ. പക്ഷെ പൗലോസ് അപ്പോസ്തലനാണെങ്കിൽ എഫെസോസിലൊക്കെ കടന്നു ചെന്ന് ദൈവ വചനം പറയുകയും അവിടെ തുറന്നോസിന്റെ പാഠശാലയിൽ ദൈവവചനം പഠിപ്പിക്കുകയും അനേകം ആളുകൾ കർത്താവിലേക്ക് നടത്തപ്പെടുകയും ചെയ്ത സംഭവങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എഫെസോസ് എന്ന് പറയുന്ന പട്ടണം എല്ലാ നിലകളിലും, പ്രത്യേകിച്ചും വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പേരുകെട്ട ഒരു സ്ഥലമാണ് എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ആ എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ പൗലോസ് സുവിശേഷം അറിയിക്കുകയും ഒരുപക്ഷെ അവിടെ നിന്ന് സുവിശേഷം കൊലോസ്യയിലേക്ക് പോയതായിരിക്കാം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഈ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ചും എഫേസ്യ ലേഖനം, ഫിലിപ്പ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന ലേഖനങ്ങൾ, ഈ 4 ലേഖനങ്ങളും പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ എഫെസോസിലെ താൻ വചനമൊക്കെ പ്രസംഗിച്ച് അവിടെ സഭ സ്ഥാപിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, വിഗ്രഹാരാധനയുള്ള അർത്തമീസ് ദേവിയുടെ വലിയ ക്ഷേത്രം നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ് എഫെസോസ്. ആ എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ ഈ ദൈവദാസൻ ദൈവത്തിന്റെ പ്രത്യേകമായ ആത്മപ്രേരിതനായി ദൈവവചനം അവിടെ ശുശ്രൂഷിക്കുകയും അനേകം ആളുകൾ കർത്താവിലേക്ക് നയിക്കപ്പെട്ട് അങ്ങനെ എഫെസോസിൽ തന്നെ ഒരു സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം അവിടേക്ക് കിടപ്പുണ്ട്. പൗലോസ് അവിടേക്ക് കടന്നു ചെന്നിട്ട് സുവിശേഷത്തിന്റെ ഒരു ധീര പോരാളിയായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനവും സുവിശേഷവും ഒക്കെ അവിടെ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ ആളുകൾ കൂട്ടമായി ദൈവത്തെങ്കിലേക്ക് നടത്തപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ പൗലോസ്, ഞാൻ ചിന്തിക്കുകയാണ്, പൗലോസ് ഈ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രമൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഓടി നടന്ന്, നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഓടി നടന്ന് ശാസിച്ച് പലിസിച്ച് ഇവിടെ മൊത്തം ബാധയാന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അതിന്റെ ഒരു രേഖ നമ്മളവിടെ കാണുന്നില്ല. പൗലോസ് ചെയ്ത ഒരൊറ്റ കാര്യമുള്ളൂ, ജീവനുള്ള ദൈവത്തിന്റെ തേജസ്സിന്റെ സുവിശേഷം അവിടെ പങ്കുവെച്ചപ്പോൾ, അവിടെ പറഞ്ഞപ്പോൾ അത് കേട്ട ആളുകൾ പൈശാചിക അടിമത്വത്തിൽ നിന്നും സാത്താന്യ ബന്ധനത്തിൽ നിന്നും ഒക്കെ അവർ ദൈവത്തെങ്കിലേക്ക് നടത്തപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എഫെസോസ് എന്ന് പറയുന്ന ആ സ്ഥലത്തും ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. ആ സഭയാണല്ലോ നമ്മൾ വായിക്കപ്പെടുന്ന എഫേസ്യ ലേഖനം എന്ന് പറയുന്ന പോലും ആ സഭയ്ക്കുള്ള ലേഖനമാണ്. അങ്ങനെ പൗലോസ് ഇങ്ങനെ പല സഭകൾക്ക് ലേഖനം എഴുതിയ കൂട്ടത്തിൽ ഈ കൊലോസിയയിലുള്ള ദൈവമക്കൾക്ക് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് ഈ കൊലോസ്യ ലേഖനം. നമ്മൾ ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇവിടെയൊക്കെ എഫെസ് ലേഖനമാകട്ടെ, ഫിലിപ്പ ലേഖനമാകട്ടെ, കൊലോസ്യ ലേഖനമാകട്ടെ, ഈ ലേഖനങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം ഈ പൗലോസ് തന്റെ എഴുത്തുകളിൽ, ഈ ലേഖനം മാത്രമല്ല ഉടനീളം എല്ലാ ലേഖനങ്ങളും, പ്രത്യേകിച്ചും ഈ 4 ലേഖനങ്ങളിലും പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തതയോടെ കൃത്യമായി തന്റെ ശ്രോതാക്കൾക്ക് താൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ക്രിസ്തുവിൽ ഒരാളായി തീർന്നാൽ, ക്രിസ്തുവിലേക്ക് ഒരാൾ നടത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മീയമായ തന്റെ പദവികളെ കുറിച്ച്, തന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള തന്റെ കണ്ടീഷൻസ്, താൻ ഏത് നിലയിലാണെന്നും താൻ ഏത് അവസ്ഥയിലൂടെയാണ് തന്റെ സ്പിരിച്വൽ സ്റ്റാറ്റസ് പോകുന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തതയോടെ താൻ ഈ ലേഖനം എല്ലാം തന്നെ വിവരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഏകദേശം 4 അധ്യായങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 4 അധ്യായങ്ങളിലും പൗലോസ് പ്രധാനമായിട്ടും എടുത്തു പറയുന്ന കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. തനിക്ക് വേറെ ആരെ കുറിച്ചൊന്നും ഇവിടെ പറയാനില്ല. ഈ 4 അധ്യായങ്ങളിലും ക്രൈസ്റ്റ് ആണ് തന്റെ ഫോക്കസ്. യേശു ക്രിസ്തുവാണ് തന്റെ പ്രതിപാദ്യ വിഷയം. തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ, തനിക്ക് വല്ലതും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, പഠിപ്പിക്കാനുണ്ടെങ്കിൽ, പ്രസംഗിക്കാറുണ്ടെങ്കിൽ, ഈവൻ താൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും അവിടെ എല്ലാം തന്നെ ക്രിസ്റ്റോസെൻട്രിക്കായി, ക്രിസ്തു കേന്ദ്രീകൃതമായി മാത്രമാണ് പൗലോസ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ക്രൈസ്റ്റ് ഈസ് പ്രീ എമിനൻസ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ
എല്ലാറ്റിനും തുടക്കം യേശുവാണ്. സ്തോത്രം. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സേവിക്കുന്ന നമ്മുടെ പ്രാണപ്രിയനായ രക്ഷാനായകനായ നമ്മുടെ കർത്താവ്, ആ കർത്താവ് സകലത്തിന്റെയും ആദിയാണ്. പ്രീ എമിനൻസ് ഓഫ് ക്രൈസ്റ്റ്. യേശുവാണ് സകലത്തിന്റെയും ആദി. ഇതെന്താണ് പറയാൻ കാരണം? സഭയ്ക്കകത്ത് ദുരുപദേശങ്ങൾ, ഫാൾസ് ഡോക്ട്രിൻ, പാഷാണ്ഡോപദേശങ്ങളൊക്കെ ഇങ്ങനെ കടന്നു കൂടിയപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന, യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യം അവിടെ സംജാതമായപ്പോൾ, പ്രത്യേകിച്ച് ഇരുളിന്റെ ശക്തികളാണ് പ്രബലപ്പെട്ടു നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങൾ അവിടെ ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പൗലോസ് താൻ ഇവിടെ എഴുത്തുകൾ എഴുതുകയാണ്. അപ്പൊ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവാണ് എല്ലാറ്റിന്റെയും ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അപ്രമാദിത്വത്തെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത്വത്തെ കുറിച്ച് പൗലോസ് ഇവിടെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനം, ദൈവമക്കൾ ജീവിച്ച് അല്ലെങ്കിൽ അത് ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് 2-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, ക്രിസ്തുവിനുള്ള ഒരു വിശ്വാസിയുടെ സ്ഥാനവും അവർ ജീവിക്കേണ്ട രീതികളും എങ്ങനെയാണെന്നാണ് 3-ാം അധ്യായത്തിൽ കാണുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഓർപ്പിക്കുന്നത് സ്വർഗത്തിൽ ദൈവം നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നാം ജീവിക്കണമെന്ന് 4-ാം അധ്യായത്തിൽ പൗലോസ് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ 3-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് നാം ഇന്ന് രാത്രി വായിച്ചത്. ആ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? എന്താണ്? നമുക്കിന്ന് ഈ സമയത്ത് ദൈവമക്കളായിരിക്കുന്ന സൂം പ്ലാറ്റ്ഫോമിലായി ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് ഈ വചനഭാഗത്തെ ഒന്ന് വിചിന്തനം ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശരിയായ അർത്ഥം എന്താണ്? ഇവിടെ എന്താണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൊലോസ്യയിലുള്ള ദൈവമക്കളോട് ചോദിച്ചാൽ അവർ എപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റത്? യേശുക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ എപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റത്? ഒരാൾക്ക് യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ എന്താണ് സംഭവിക്കപ്പെടേണ്ടത്? അവൻ ക്രിസ്തുവിനോടുകൂടെ മരിക്കണം. സ്തോത്രം. ക്രിസ്തുവിനോടുകൂടെ മരിക്കാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്ന കാര്യം, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം ഒരു ശരിയായ വീണ്ടും ജനനാനുഭവത്തിലേക്ക് നടത്തപ്പെടുന്ന ഒരു ആത്മീകമായ പ്രക്രിയയാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ നാം എന്ത് ചെയ്യുകയാണ്? മരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ നാം ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു. ആ ഒരു ആത്മീക പ്രൊസീജിയറിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. യഥാർത്ഥമായി നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ എന്നിട്ടാണ് താൻ ഇവിടെ ബാക്കി കാര്യങ്ങൾ പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും ഒക്കെ പൗലോസ് തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പാപത്തിന് മരിക്കുന്ന ഒരു അനുഭവമുണ്ട്. നമ്മുടെ ഓൾഡ് മനുഷ്യനെ എന്ത് ചെയ്യുകയാണ്? ഓൾഡ് മനുഷ്യൻ മരിക്കുന്ന ഒരു അവസ്ഥ, പാപത്തിന് നാം മരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പാപത്തിന് മരിക്കുന്ന ഒരു വ്യക്തി, അത് എപ്പോഴാ പാപത്തിന് മരിക്കുക? യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഒരാൾ സ്വീകരിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? തന്റെ പഴയ മനുഷ്യനുള്ള ബന്ധത്തിൽ അവൻ പാപത്തിന് മരിക്കുകയാണ്. അങ്ങനെ പാപത്തിന് മരിക്കുന്ന ഒരു വ്യക്തി സ്പിരിച്വലി ഇൻവിസിബിൾ തലത്തിൽ അത് നടത്തപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രത്യക്ഷമായ ഒരു ഭാവമാണ് എന്ത്? ഈവൻ ബാപ്റ്റിസം എന്ന് പറയുന്നത് അതിന്റെ പബ്ലിക് ഡിക്ലറേഷൻ ആണ്. അപ്പൊ ആ സ്നാനത്തിലൂടെ ക്രിസ്തുവിനോടുകൂടെ ഒരാള് മരിക്കുകയും അതോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വരികയും ചെയ്യുന്ന ഒരു പ്രക്രിയ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പൗലോസ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ
അതിന് വളരെ അർത്ഥവ്യാപ്തിയുണ്ട്. സ്തോത്രം. എത്ര സന്തോഷം തരുന്ന ആത്മീയ നിലകളിൽ എത്ര അർത്ഥവത്തായ ഒരു വാക്കാണ് അത്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, എന്നിട്ട് പൗലോസ് ഇവിടെ പറയുകയാണ്, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് എന്ത് ചെയ്യണം? ചിന്തിക്കണമെന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. ക്രിസ്തുവിനോടുകൂടെ ഒരാൾ മരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ കഴിയുള്ളൂ. ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അത് നമ്മുടെ അനുദിന ജീവിതയാത്ര എക്സ്പീരിയൻസിങ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. നമുക്ക് വണ്ടി കിട്ടിയത് കൊണ്ടോ, വീട് കിട്ടിയത് കൊണ്ടോ, പിള്ളേരെ കെട്ടിച്ചത് കൊണ്ടോ, നമ്മുടെ കാര്യം നടന്നുകൊണ്ടൊന്നും ക്രിസ്തുവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയില്ല. ക്രിസ്തുവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ക്രിസ്തുവിനെ അനുദിന ജീവിതത്തിന്റെ യാത്രയിൽ അന്തരാത്മാവിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെ നമുക്ക് അനുഭേദ്യമാകുന്ന ഒരു ജീവിത ശൈലിയുണ്ട്. അതിനെയാണ് ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഒരാളിപ്പോ സ്പിരിച്വലി ഒരാള് ക്രിസ്തുവിനോടുകൂടെ മരിച്ച വ്യക്തി ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുകയാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. ആ വ്യക്തിക്ക് ആത്മീകമായി ജീവിക്കണമെങ്കിലും ഭൗതികമായി ജീവിക്കണമെങ്കിലും, ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവ് വരുമ്പോഴും അവൻ ആ ക്രിസ്തുവിനോട് കൂടെ അന്ന് ജീവിക്കണമെങ്കിലും എന്ത് സംഭവിക്കപ്പെടണം? ഇന്ന് അവൻ ക്രിസ്തുവിനോട് കൂടെ മരിക്കണം. ഇന്ന് ആ വ്യക്തി ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവ് വരുമ്പോഴും അശരീകമായി കർത്താവിന്റെ അപ്പിയറൻസസ് നടക്കുമ്പോഴും അവന് കർത്താവിനോടുകൂടെ അവിടെ ആയിരിക്കണമെങ്കിൽ എന്താണ് ആവശ്യം? ക്രിസ്തുവിനോടുകൂടെ അവൻ മരിക്കുകയും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയും വേണമെന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പഠിക്കുമ്പോഴും അവിടെ വായിക്കുന്നുണ്ട്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാൻ നിങ്ങൾ എന്ത് ചെയ്തെന്നാണ്? അവൻ ഉയർപ്പിച്ചു. അപ്പൊ ഇവിടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിക്രമങ്ങളിൽ മരിച്ചവരാണ്, പാപങ്ങളിൽ മരിച്ചു കിടന്നവരാണ്. അത്തരം ഘട്ടത്തിൽ നിന്ന് കരുണാസമനായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിന്റെ മഹാസ്നേഹ നിമിത്തം നമ്മൾ അവിടെ വായിക്കുമ്പോൾ എഫേസ്യ 2-ാം തീയതി വായിക്കുന്നത് നമ്മളെ ഉയർപ്പിച്ചിട്ട് എവിടെ കൊണ്ടിരുത്തിയെന്നാണ്? ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2:7 വായിക്കുന്നുണ്ട്, സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ കൊണ്ടിരുത്തി. എനിക്ക് ആ വാക്യം വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു വാക്യമാണ്. നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ കൊണ്ടുപോയി ദൈവം നമ്മെ സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പൊസിഷൻ നിങ്ങളത് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളിപ്പോ എവിടെയായിരിക്കും? നമ്മളൊക്കെ ഈ ഡിഫറെന്റ് ടൈം സോണിൽ ഇരുന്നു കൊണ്ട് പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രമിക്കുന്നവരാണ്. ഭൗതികമായി നമ്മൾ ഈ ഐശ്വര്യ ലോകത്തിലാണ്. നമ്മളൊരു പക്ഷെ കസേരയിലായിരിക്കാം, അല്ലെ നമ്മൾ ഇരിക്കുന്ന ഏതൊരു ഇരിപ്പിടമായിരിക്കാം, അത് ഭൗതിക ലോകത്തിലാണ്. പക്ഷെ ആത്മീയത്തിൽ പൗലോസ് ആ ദർശനത്തിന്റെ ആത്മീയ തലങ്ങളുടെ ദർശനത്തെ വിശാലമായി ഗ്രഹിച്ചപ്പോൾ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് ഈ ലോകത്തിലൊന്നും അല്ല, പിന്നെ എവിടാണ്? നിങ്ങളെ കൊണ്ടുപോയി സ്വർഗസ്ഥലത്തിൽ, സ്തോത്ര, ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നു എന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ഈ വചനത്തെ വിശകലനം ചെയ്യുമ്പോൾ വി ആർ നോട്ട് അറ്റ് ഓൾ എ ഓർഡിനറി പീപ്പിൾ എന്നല്ലേ? നമ്മളൊരു ഓർഡിനറി പീപ്പിൾ അല്ല, റാദർ വി ആർ എ സ്പെഷ്യൽ പീപ്പിൾ ഫോർ ഗാഡ്. നമ്മൾ ദൈവത്തിന് ഒരു പ്രത്യേക ജനമാണെന്ന് ഈ ഒരു വാക്യത്തിൽ മറ്റിതര വാക്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ന് പല ആളുകൾക്കും ആ ബോധ്യമില്ല. എന്റെ കർത്താവ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലത്തിലാണ് എന്നെ കൊണ്ടിരുത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു വാക്യം, അതിന്റെ ആ ആത്മീയ അർത്ഥത്തിൽ ഗ്രഹിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമ്മുടെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മ നമ്മെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു, നമ്മുടെയൊക്കെ അകക്കണ്ണുകൾ തുറന്നവരാണ്. പലരുടെയും കണ്ണുകൾ ഈ വിഷയം തുറന്നിട്ടില്ല. ദൈവം എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലത്തിൽ കൊണ്ടിരുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യമേ അല്ല. സ്തോത്രം. അത് നിസ്സാര കാര്യമല്ല, അത് വലിയ കാര്യമാണെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക, നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്, നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ ആ പൊസിഷനിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ഞാൻ ഓർപ്പിക്കുന്നു, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കുമ്പോൾ സ്വർഗസ്ഥലത്തിൽ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? ഇരുത്തിയിരിക്കുന്നതാണ് വാക്യം. അപ്പൊ ആ ഇരുത്തിയിരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ഇങ്ങനെയാ മനസ്സിലാക്കേണ്ടത്,
വി ആർ സിറ്റിംഗ് ഇൻ ഹയർ പൊസിഷനാണ്. നമ്മുടെ സ്ഥാനം എവിടെയാണ്? ഉന്നത സ്ഥാനമാണ്, ഹയർ പൊസിഷനാണ്. നമുക്കൊരു പക്ഷേ സാമ്പത്തിക പരാധീനത കാണാം, രോഗം കാണാം, ദുഃഖം കാണാം, ഞെരുക്കം കാണാം, ഇടുക്കം ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, മറ്റിതര ഏത് വിഷയങ്ങളും ഭൗമിക ലോകത്ത് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ സ്പിരിച്വലി നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ, ആത്മീയമായി സംസാരിക്കുമ്പോൾ തിരുവെഴുത്ത് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ട്രൂത്ത് ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഹയർ പൊസിഷൻ ആണ്. എന്തുകൊണ്ടാണ് ഹയർ പൊസിഷൻ ആയത്? അത് ഹയർ പൊസിഷൻ ആകാൻ കാരണം ക്രിസ്തു ഇരിക്കുന്ന ഇടത്ത് നമ്മളെ എന്ത് ചെയ്തിരിക്കുക? സ്പിരിച്വലി വി ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനോട് കൂടെ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നു പറയുന്ന വചനം നിസ്സാര കാര്യമല്ല. ഞാൻ പറയും, ഇത് കേൾക്കുമ്പോഴല്ലേ നമ്മുടെ അന്തരംഗം പിടഞ്ഞ് വികസിക്കേണ്ടത്. അല്ല, ദൈവം നിനക്ക് ഏതാണ് തരാൻ വേണ്ടി പോകുക, നിന്നെ ഇന്ന് പരിഹരിക്കാൻ വേണ്ടി പോകുക. ഇവിടുത്തെ കുറെ മണ്ണാങ്കട്ടെ കുറിച്ചും പറയുമ്പോൾ മാത്രം ത്രില്ലാകുന്ന ഒരു സ്പിരിച്വാലിറ്റി അത് ആത്മീകമല്ല, അത് തികച്ചും ജഡീകമാണ്. ദൈവിക വിഷയങ്ങളെ കുറിച്ചുള്ള അവബോധം അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ അന്തരംഗത്തിനകത്ത് വളരെ സന്തോഷം തോന്നണം. ഞാനിപ്പോ സൂമിനായതുകൊണ്ടാണ് ഈ വാക്യം പ്രസംഗിക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഹയർ പൊസിഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ ലോകത്തിലെ ഏതൊരു സ്ഥാനത്തെക്കാട്ടിലും, ഈ ലോകത്തിലെ ഏതൊരു സ്ഥാനമാനങ്ങളെക്കാട്ടിലും, പദവിയെക്കാട്ടിലും ഉന്നതമായ പദവി ഏതാണ്? സ്വർഗസ്ഥലത്തിൽ ഇരിക്കുന്ന ആ പദവിയല്ലേ? അതിനോട് തുല്യം ചെയ്യാൻ പറ്റിയ എന്ത് സ്ഥാനമാനങ്ങൾ ഇവിടെ ഉണ്ട്? അതിനോട് തുലനം ചെയ്യാൻ പറ്റിയ ഏത് പദവി ഇവിടെയുണ്ട്? അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഏത് കസേര ഇവിടെയുണ്ട്? സഹോദരങ്ങളെ, ഒരു പദവിയുമില്ല, ഒരു കസേരയുമില്ല, ഒരു സ്ഥാനമാനങ്ങളുമില്ല. സ്വർഗസ്ഥലത്തിൽ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്ന ആ സ്ഥാനത്തിന്റെ, എന്റെ ഭാഷയെ പറഞ്ഞ ഇതിന്റെ 7 അയലത്ത് പോലും എത്താൻ പറ്റാത്ത സ്ഥാനങ്ങളും മാനങ്ങളും പദവികളുമാണ് ഈ ഭൂമിയിലുള്ളതെന്ന് നാം അന്തരാത്മാവിൽ ഗ്രഹിക്കുമ്പോഴേ ഇവിടുത്തെ കാര്യങ്ങളുടെ പുറകാരെ ആര് പോകില്ല? ദൈവമക്കളായിട്ടുള്ള പ്രിയമുള്ളവർ പോകില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ അമേരിക്ക, നമ്മൾ ഭൗതിക ലോകത്തെ ഉദാഹരണം ഞാൻ പറയുന്നു. അമേരിക്കയിലെ പ്രസിഡന്റിന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഞാനെങ്കിൽ, ആ പൊസിഷനാ എനിക്കെങ്കിൽ, നിങ്ങളത് ചിന്തിച്ച്, ഞാൻ ഇന്ത്യയിൽ ചെന്നിട്ട് എന്റെ വീട് നിലമ്പൂരാണ്, നിലമ്പൂർ മൂത്തേടം പഞ്ചായത്തിലാണ് എന്റെ വീട്. മൂത്തേടം പഞ്ചായത്തിന്റെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ഞാൻ വഴക്കുണ്ടാക്കാൻ പോകുമോ? ഞാൻ അതിന്റെ പുറകാലെ ഓടുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ ലോകപ്രകാരം അമേരിക്കയും പ്രസിഡന്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഞാൻ മൂത്തേടം പഞ്ചായത്തിൽ എന്റെ നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പ്രസിഡന്റ് ആകാൻ വേണ്ടി ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ ഞാൻ പോകുമോ? ആ സ്ഥാനത്ത് ഞാൻ വലിയ വിലയായിട്ട് ഞാൻ കാണുമോ? സഹോദരങ്ങളെ, ഒരിക്കലും കാണില്ല. അത് വലിയ സ്ഥാനമല്ല. അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അത് അതിന്റെ അടുത്ത് വരാൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥാനമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവജനത്തോട് ചോദിക്കട്ടെ, സ്വർഗസ്ഥലങ്ങളിൽ ഹയർ പൊസിഷനിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നു എന്ന് പുസ്തകം പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടോ അറിയുന്നില്ല, അന്തരംഗത്തിലേക്ക് ഈ ആത്മീക ചിന്തയുടെ ആ ഒരു വിശാല അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ ഇന്നും ഇതുപോലെയുള്ള സ്ഥാനങ്ങൾക്ക് വേണ്ടി ഓടുന്ന ആളുകളെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, അവരാരും തന്നെ വചന വെളിച്ചത്തിൽ ബോധ്യപ്പെടുത്തി പറയാൻ കഴിയും, ഇന്നേ വരെ ക്രിസ്തുവിലായിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ പരിശുദ്ധാത്മാവിൽ ദർശിക്കാത്ത ആളുകളാണെന്ന് വ്യക്തമായി എനിക്ക് ഓർപ്പിക്കാൻ കഴിയും. കാരണം ക്രിസ്തുവിൽ നൽകുന്ന സ്ഥാനം വളരെ വലുതാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്കകത്തൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ ഏറ്റവും വലിയ പൊസിഷൻ കിട്ടിയവരാണ് ആര്? വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും. ഈ ഭൂമിയിൽ മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് സ്ഥാനമാനങ്ങൾ കണ്ടെന്ന് കാണില്ലായിരിക്കാം. പക്ഷെ ദൈവിക ദൃഷ്ടിയിൽ നമ്മൾ എവിടെ ഇരിക്കുകയാണ്? നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മൾ അവിടെ ആയിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പൊ സ്വർഗസ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒന്നാമത്തെ നമ്മുടെ ചിന്ത, വി ആർ സിറ്റിംഗ് ഇൻ ഹയർ പൊസിഷൻ. അതുകൊണ്ടാണ് പഴയ ഒരു പാട്ട് പോലും ഉണ്ട്. നമ്മൾ ആ പാട്ട് ഇങ്ങനെ നമ്മൾ പാടുന്നത്, അതിനുന്നതമായ സ്ഥാനങ്ങളിൽ സാറാഫുകൾ അവർ ഓരോ ദിവസവും പാടിപ്പുകഴ്ത്തുമ്പോൾ അതിനുന്നതമായ സ്ഥാനങ്ങളിന്മേൽ
എന്നെ നടത്തുന്നോൻ, എന്നെ വഴി നടത്തുന്നോൻ. ആ പാട്ടുകാരൻ പോലും എത്ര അർത്ഥവത്തായ പാടിയെ. സാറാഫുകൾ അവർ പാടി സ്തുതിക്കുമ്പോഴും സാറാഫുകളെക്കാട്ടിലും ദൂതന്മാരെക്കാട്ടിലും ഉന്നതമായ സ്ഥാനമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ അന്തരാത്മാവിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രഹിക്കണം. അതിന് നിങ്ങളുടെ ജീവിതത്തിലെ ഈ ലോകത്തിലെ ഒരു പരിമിതികളും അതിനൊരു കാരണങ്ങളെ അല്ല, ആത്മീക നിലകളിൽ പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ സ്ഥാനം വലിയതാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ചിന്ത, നമ്മൾ ഉന്നതത്തിൽ നമ്മൾ വസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് എന്തായിരിക്കാം? ഭൂമിയിലുള്ളതെല്ലാം തന്നെ ചെറുതായിട്ടേ തോന്നുകയുള്ളൂ. ശരിയല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ ഒരു പക്ഷെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ, ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കര മഹത്തായ പല ഭീമാകാരങ്ങളായ പല ബിൽഡിങ്ങുകളും ടേക്ക് ഓഫ് ചെയ്ത് ഫ്ലൈറ്റ് പൊങ്ങിക്കഴിയുമ്പോൾ, അത് ഇങ്ങനെ പൊങ്ങി മുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ താഴെ കണ്ട വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. വലിയ ബിൽഡിങ്ങുകള് ഒരുപക്ഷെ അവിടെ കിടക്കുന്ന മറ്റ് ഇതര വാഹനങ്ങളൊക്കെ കണ്ടെന്നിരിക്കാം. അത് ഉയരങ്ങളിലേക്ക് ഈ ഫ്ലൈറ്റ് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ആ ബിൽഡിങ്ങുകള്, കുറച്ചു മുമ്പ് കണ്ട ആ മറ്റു വെഹിക്കിൾസ് എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ചെറിയ ബിന്ദു പോലെ മാത്രമേ കാണുകയുള്ളൂ. കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോയാൽ കാണാനേ കഴിയുന്നില്ല. ഇതുപോലെയാണ് ഒരാൾ സ്വർഗസ്ഥലത്ത് ഇരുന്ന് കഴിയുമ്പോൾ അവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെയൊക്കെ എങ്ങനെ കാണാൻ കഴിയുള്ളൂ? വലിയ സംഭവമായിട്ട് അവന് കാണാൻ കഴിയയില്ല. എർത്തലി തിങ്സ് എന്ന് പറയും നത്തിങ് ആണെന്നും ഹെവൻലി തിങ്സ് ആണ് ഗ്രേറ്റ് എന്നുമുള്ള ഒരു ചിന്താശരണിയിലേക്ക് ആ വ്യക്തികളുടെ മനസ്സ് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഉയരത്തിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തയും നമ്മുടെ മനോഭാവവും ആ വിധത്തിലേക്ക് പരാവർത്തനം ചെയ്യപ്പെടുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിനെ വരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇതിക്ക് നോക്കിക്കേ. ഇപ്പൊ ഞാൻ പ്രസംഗിക്കാൻ ദേവദാസനിക്ക് സമയം തന്നു. ഞാൻ ഈ പ്രസംഗത്തിലൂടെ ഇവിടുത്തെ കാര്യത്തെ കുറിച്ച് മാത്രം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒന്ന് എന്റെ ഈ സൂമിനകത്തിരിക്കുന്ന നിങ്ങളുടെ ആരുടെ മുഖഭാവം എനിക്ക് അറിയുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എവിടെ അപ്പൊ ഞാൻ ഇരിക്കുന്നത്? ഞാൻ ഏത് സ്ഥലത്ത് ഇരുന്നോണ്ടാ പറയുന്നത്? അപ്പൊ ഞാൻ ഇന്നേ വരെ മേലോട്ട് കയറിയിട്ടുമില്ല, അവിടുത്തെ കാര്യമായിട്ട് കണ്ടിട്ടുമില്ലെന്നല്ലേ അതിന്റെ അർത്ഥം, അല്ലേ? പണ്ട് നാട്ടിലെ ഒരു ഉദാഹരണം ഞാൻ പറയാ. നാട്ടിലെ ഒരു അച്ചായന്, ബോംബെയിൽ ഒരു അച്ചായന് 10-25 വർഷം ബോംബെയിൽ നിന്ന് ഒരു അച്ചായൻ നാട്ടിൽ വരുമ്പോ അദ്ദേഹം എന്നാ പറഞ്ഞാലും പറയും, ഞാൻ ബോംബെയിലായിരുന്നപ്പോ പുള്ളി പറയാറുണ്ട്, ഞാൻ ബോംബെയിലായിരുന്നപ്പോ അങ്ങനെയായിരുന്നു, ഞാൻ ബോംബെ ആയിരുന്നപ്പോ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മനസ്സ് മൊത്തം എവിടെയാണ്? നാട്ടിലാണെങ്കിലും ബോംബെയിലെ കാര്യം അദ്ദേഹം പറയാം. എന്ന് വെച്ചാൽ മനസ്സ് മൊത്തം ബോംബെയാണ്. ഇതുപോലെയാണ് സഹോദരി സഹോദരന്മാരെ, നമ്മൾ ദൈവിക വിഷയത്തിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? ആ ഇരിക്കുന്ന ഇടത്തെ മഹത്വം അല്ലേ പറയാൻ കഴിയൂ? ശരിയല്ലേ? ഇരിക്കുന്ന ഇടത്തെ മഹത്വം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ എവിടെയാണോ ഞാൻ ഇരിക്കുന്നത് അവിടുത്തെ കാര്യമേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഈ പ്രസംഗത്തിലൂടെ ആണെങ്കിലും ഞാൻ ഇരിക്കുന്ന ഇടവും എന്റെ കണ്ണുകൾ പരിമിതപ്പെട്ട് ഇഹലോക വിഷയങ്ങൾക്കകത്ത് മാത്രം കാണുന്ന സാധാരണ എന്ന് പറഞ്ഞ നമ്മുടെ മൃഗങ്ങൾ ഒരു മൃഗമായ പന്നിയെ പോലെ താഴെ മാത്രം നോക്കി നടക്കുന്ന ഒരു പ്രകൃതക്കാരനാണെങ്കിൽ എനിക്ക് താഴത്തെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ കിട്ടുകയുള്ളൂ. ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കുന്നു, സ്വർഗസ്ഥലത്തിൽ പിതാവിന്റെ അടുക്കൽ നമ്മളെ ദൈവം ഇരുത്തിയിരിക്കുമ്പം ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക്, ഈ പ്രസംഗിക്കുന്ന എനിക്കും ഞാൻ ഓർപ്പിക്കാം, പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. അത് ഏത് കാര്യമാ? സ്വർഗത്തിലെ കാര്യമാ, സ്വർഗീയ വിഷയമായി ബന്ധപ്പെട്ട കാര്യമാ. അതിന്റെ അപ്പുറത്ത് ഒരു കാര്യം ഇവിടെ പറയാനില്ല. ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. ഞാൻ എന്റെ പ്രസംഗത്തിൽ മിക്കവാറും ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ UK താമസിക്കുന്നു. ചില ആൾക്കാരാണ് UK വന്നു, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു, ദൈവം എന്നെ മാനിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നു, എന്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവം ഈ UK കൊണ്ടുവന്ന് നമ്മളെ മാത്രമാണോ? നിരീശ്വരവാദി UK വന്നിട്ടുണ്ട്, അക്രൈസ്തവൻ UK വന്നിട്ടുണ്ട്, അവൻ MBBS പഠിച്ച് ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, എഞ്ചിനീയേഴ്സ് അവരിവിടെ ഉണ്ട്. അവരെ ആരിവിടെ കൊണ്ടുവന്നു? അപ്പൊ ദൈവത്തിന്റെ കോമൺ ആയിട്ടുള്ള ദൈവത്തിന്റെ ഗ്രേസ് നിരീശ്വരവാദിക്ക് ദൈവം കൊടുത്തെങ്കിൽ നമുക്ക് തരാ ദൈവം ഇരിക്കുവോ? ആ ദൈവത്തിന്റെ പൊതുവായുള്ള കൃപയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, അവർക്ക് ലഭിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സ്പെഷ്യൽ കൃപ ദൈവം നമുക്ക് തന്നു. ഒരു സ്പെഷ്യൽ ഗ്രേസ് തന്നു. നിരീശ്വരവാദിക്ക് കിട്ടിയില്ല, മുസൽമാന് കിട്ടിയില്ല, ഹൈന്ദവന് കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടി എന്താ? ജീവനുള്ള ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം കിട്ടി, രക്ഷ കിട്ടി, വീണ്ടെടുപ്പ് കിട്ടി, സ്വർഗീയ അനുഗ്രഹങ്ങൾ ദൈവം തന്നു. പിന്നെ ദൈവം നമ്മെ സ്വർഗസ്ഥലത്ത് കൊണ്ടുപോയി ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നു എന്ന് വേദപുസ്തകം സുവ്യക്തമായി നമ്മോട് പറയുമ്പം അതിന്റെ അപ്പുറത്ത് നമുക്ക് എന്താണ് സന്തോഷിക്കാൻ പാകാം?
ഞാൻ ഇവിടെയാണ്, ഇതിനകത്തൊന്നും ഞാൻ സന്തോഷിക്കുന്ന ഒരാളല്ല. ഞാൻ ഓർപ്പിച്ചതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. നമുക്ക് ഈഹലോക വിഷയങ്ങൾക്കകത്തൊന്ന് സന്തോഷിക്കാൻ ഒരു വകുപ്പും നമുക്കില്ല. സ്വർഗസ്ഥലത്തിലിരിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നിസ്സാരമായിട്ട് തോന്നും. ഒരിക്കൽ ഒരു പേരൊന്നും ഞാൻ പറയുന്നു, ഒരു ദേവദാസനെ കൊണ്ട് ഒരു 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 എന്താ പറയുന്ന ഒരു വലിയൊരു ബിൽഡിംഗ് കാണാൻ, നല്ല കണ്ണിഞ്ചിപ്പിക്കുന്ന മനോഹരമായ ഒരു സൗധം കാണാൻ ഞങ്ങൾ ഒരുമിച്ച് പോയി. അദ്ദേഹം ഒരു പ്രവാചകനൊക്കെയാണ്. അദ്ദേഹം അതിന്റെ ഒരു 50-ാം നിലയിലേക്ക് ചെന്ന് താഴോട്ട് നോക്കി, രാത്രി സമയ. അദ്ദേഹം പറഞ്ഞു, എന്തോ ഒരു വണ്ടർഫുൾ ആയിരിക്കുന്നു, ഭയങ്കര മനോഹരമായിരിക്കുന്നു. പുള്ളി അങ്ങ് എക്സൈറ്റഡ് ആകുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്റെ കർത്താവേ, ഇതിനകത്ത് എക്സൈറ്റഡ് ആകാൻ മാത്രം എന്നായിരിക്കുന്നു. ഇവൻ സ്വർഗത്തിന്റെ മഹിമ കണ്ടിട്ടുണ്ടോ അന്തരാത്മാവിൽ? ഇല്ലേ? വേദോസ്തം പഠിപ്പിക്കുന്ന സ്വർഗത്തിന്റെ മഹിമ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എത്ര സൗധം കണ്ടാൽ പോലും അതിന്റെ അടുത്ത് പോലെത്താൻ പറ്റില്ലെന്നാണ്. അപ്പൊ സ്വർഗത്തിന്റെ മനോഹാരിത ആത്മാവിൽ ദർശിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഓർമ്മയുണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റിന്റെ സെക്രട്ടറി സ്ഥാനം പറഞ്ഞതിന്റെ കൂട്ട്. അപ്പൊ ഇത് ഉന്നതമായ ആ മനോഹര കാഴ്ച കണ്ട എനിക്ക് ഇവിടുത്തെ ഒരു കാഴ്ചയും അതിനോട് തുല്യമാകിയില്ല എന്നുള്ളൊരു ബോധ്യമാണ് നമ്മളെ ഭരിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഉന്നതത്തിൽ വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഭൂമിയിലെ കാര്യങ്ങളെല്ലാം തന്നെ ചെറുതായി തോന്നുകയാണ്, സ്വർഗീയ കാര്യങ്ങൾ ബൃഹത്തായി തനിക്ക് തോന്നുന്നു എന്ന് ഉള്ളൊരു ബോധ്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു വന്നല്ലോ, ഒരു വ്യക്തി എവിടെയാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ടോക്ക് കേട്ടാൽ അറിയാം. ഇപ്പൊ ഞാൻ എവിടെയാ ഇരിക്കുന്നത്, എന്റെ സംസാരം കേട്ടാൽ നിങ്ങൾക്കറിയാം ഈ പുള്ളി എവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, ബോംബെക്കാരൻ ബോംബെ ആയിരുന്നത് ബോംബെയുടെ കാര്യം പറയും, ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂരിന്റെ കാര്യം പറയും. ഇപ്പൊ ഞാൻ യു കെയിലാണെങ്കിൽ യു കെയുടെ കാര്യം പറയും. ഞാൻ ഇരിക്കുന്ന സ്ഥലം യു കെ ആയതുകൊണ്ടാണ്. ഇതുപോലെയാണ് ഒരു ദൈവദാസൻ വചനം സംസാരിക്കുമ്പോൾ, അവന്റെ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിവേചിച്ച് നിങ്ങൾ തിരിച്ചറിയണം. അവന് വിവേചനാത്മാവിനെ പ്രാപിക്കണം. ഒരാളുടെ പ്രസംഗം അത് യൂട്യൂബിലാകട്ടെ, അത് മറ്റ് മീഡിയാസിലൂടെ ആയിക്കൊള്ളട്ടെ, ടെലിവിഷനിലൂടെ ആയിക്കൊള്ളട്ടെ, നമ്മൾ ഏത് മാധ്യമങ്ങൾ മുഖേന കേട്ടാലും ഞാൻ ഓർപ്പിക്കാം, ഇവൻ പറയുന്ന കാര്യം എവിടുത്തേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങൾക്കറിയാം ഈ പുള്ളി ഇരിക്കുന്ന സ്ഥലം ഇന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇരിക്കുന്ന സ്ഥലം എവിടെയാണോ ആ സ്ഥലത്തെ കാര്യങ്ങളെ ആ വ്യക്തി പറയുകയുള്ളൂ. അതുകൊണ്ട് ഇത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ സ്ഥാനം ഉയരത്തിലാണെന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ നാലാമത്, ദൈവം നമ്മെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു പറയുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഒരു സാത്താന്യ ശക്തികൾക്കും അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കയറി വരാൻ പറ്റില്ല. ഒരു സാത്താന് എന്നുവെച്ചാൽ പുഴുവോ തുരുമ്പോ ഒന്നും എവിടെ കെടുക്കുകയില്ലെന്നാണ്, അവിടെ കെടുക്കുകയില്ല. സാത്താന്യ ശക്തികൾക്കോ, നമ്മളിപ്പോ പറഞ്ഞു വരുമ്പോ ഞാൻ വിശദീകരിക്കാം. ഈ നമ്മൾ സാധാരണ നമ്മൾ പെന്തക്കോസ്ത്, ഞാനും ബോണാം റോട്ടപ്പിന്റെ പെന്തക്കോസ്ത് ഫാമിലിയാണ്. അപ്പൊ നമ്മൾ കൊച്ചു പ്രായം മുതലേ നമ്മൾ കേട്ടുവരുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്താണ്? ദൈവമക്കൾക്ക് ബന്ധനമുണ്ടോ സഹോദരന്മാരെ? ദൈവമക്കൾക്ക് ബന്ധനമുണ്ടോ? ഞാൻ ഈ വേദോസ്തം പഠിച്ചെടുത്തോളം ഒരു സ്ഥലത്ത് ഒരു വാക്ക് ഞാൻ ദൈവമക്കൾക്ക് ബന്ധനമുണ്ടോ? ദൈവമക്കൾക്ക് ബന്ധനമില്ല. ദൈവമക്കൾക്ക് ബന്ധനം എന്ന് പറഞ്ഞ സംഭവമേ ദൈവമക്കൾക്കില്ല. പിന്നെ പോരാട്ടമുണ്ട്. പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് ഫൈറ്റിങ്സ് ഉണ്ട്. ആരോടാണ്? അത് മാംസരക്തങ്ങളോടല്ല, പിന്നെ ആരോടാണ്? പിശാചിനോടും അവന്റെ തന്ത്രങ്ങളൊക്കെ പോരാട്ടമുണ്ട്. എന്നാൽ ദൈവമക്കൾക്ക് എന്തില്ല? ഒരുവിധ ബന്ധനങ്ങളും ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിനക്കെതിരെ ബന്ധനമിട്ട് അല്ലേ, നിന്നെ ബന്ധിച്ച്, നിന്നെ അവശയാക്കി, നിന്നെ വട്ടത്തിൽ കറക്കി പരുവത്തിലാക്കുന്ന ചില അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എവിടെ പോയിരിക്കുക? നമ്മൾ സ്വർഗത്തിലാണോ ഇരിക്കുന്നത്, അതോ ഭൂമിയിലാണോ? നമ്മൾ വീണ്ടും ജനിച്ചവരല്ലേ? നിങ്ങൾ ഈ വേദപുസ്തകത്തിന്റെ പൗലോസ് പഠിപ്പിക്കുന്ന പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങളെ നമ്മൾ വ്യക്തമായി ഗ്രഹിക്കുമ്പോൾ, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ സാത്താൻ വന്ന് ബന്ധിക്കുവോ? ബന്ധിക്കില്ല. വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വിശ്വാസിയെ ഒരു സാത്താനും തൊടാൻ പറ്റില്ല. കാരണം എന്നാണ്? അവ സ്വർഗസ്ഥലത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ സ്വർഗസ്ഥലത്തിരിക്കുന്ന ഒരാൾക്കെതിരെ സഹോദരങ്ങളെ ഒരു ബന്ധനമാകട്ടെ, ഒരു വിധമാകുന്ന ശത്രുവിന്റെ എന്താ പറയുന്നത്, ആ നിലയിലുള്ള അനുഭവങ്ങളാകട്ടെ, എന്തുവാ നമ്മുടെ പ്രവാചക ശൈലി പറഞ്ഞ ആവിചാരമാകട്ടെ, ശുദ്ധപ്രയോഗങ്ങളാകട്ടെ, ഇതൊന്നും തന്നെ സ്വർഗസ്ഥലത്ത് ഇരിക്കുന്ന ദൈവമക്കളെ ബാധിക്കുന്ന കാര്യങ്ങളെ അല്ല. എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവിടെ ഏശുകയില്ല. നമ്മൾ എവിടെ ഇരിക്കുന്നവരാണ്? സ്വർഗസ്ഥലത്തിൽ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് ഇവയ്ക്കൊന്നിനും നമ്മെ തൊടാൻ കഴിയല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീറ്റിംഗ് സംബന്ധിക്കുക, കണ്ടിന്യൂസ് അല്ല, ഇങ്ങനെ റയറായിട്ട് സംബന്ധിക്കുക. 21 days ഫാസ്റ്റിംഗ് പ്രയറാണ്. എല്ലാ ദിവസവും കൊടുക്കുന്ന സന്ദേശം എന്തെന്നറിയാമോ? ഇന്നിവിടെ വിടുതലാന്നാ പറയുന്നത്.
ഓക്കെ, ഒരു ദിവസം ഞാൻ സമ്മതിച്ചു. 2-ാം ദിവസം വിടുതലാന്നാ പറയുന്നത്. ഓക്കെ, അന്ന് നമുക്ക് സമ്മതിക്കാം. 3-ാം ദിവസം വിടുതല്. അപ്പൊ ഇത് കിട്ടണ്ടേ? ഇത് ആർക്ക് എവിടെ കിട്ടുന്നു? 21 ദിവസം വെച്ച 21 ദിവസവും വിടുതലും 21 ദിവസം ബന്ധനം അഴിക്കല. പണ്ടൊരാൾ ചോദിച്ചു, അപ്പൊ ഈ ബന്ധനം ഇതുവരെ അഴിച്ചു തീർന്നില്ലേ എന്നൊരാൾ ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള ഏടാകൂടങ്ങൾക്കകത്ത് നമ്മളെ പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്ന പതിവ് പല സന്ദർഭങ്ങളിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ വചനത്തിന് ബോധ്യവെളിച്ചത്ത് ഞാൻ പറയുന്നു, അങ്ങനെയൊന്നും നമുക്ക് എന്തില്ല, ബന്ധനമില്ല. ഇനി ആരെങ്കിലും ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. എന്താണ്? അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. സ്തോത്രം. അവൻ ദൈവത്തിങ്കിലേക്കും ദൈവത്തിന്റെ വചനത്തിലേക്കും മടങ്ങി വരിക. അല്ലാതെ ഞാനൊരു പാസ് ഇടുന്നു നിങ്ങളെ ബന്ധനം അഴിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ വിശ്വാസിയാണെങ്കിൽ, എന്റെ കയ്യിരിപ്പ് കൊണ്ട് ഞാൻ ബന്ധിക്കപ്പെട്ടവരാണെങ്കിൽ, ഞാൻ മടങ്ങി വന്നെങ്കിലേ അതിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലം സെക്യൂർ പ്ലേസ് ആണ്. എങ്ങനത്തെ പ്ലേസ് ആണ്? സെക്യൂർ ആയിട്ടുള്ള പ്ലേസ് ആണ്. അവിടെ സാത്താന്യ ശക്തികൾക്ക് പ്രവേശനമില്ല, സാത്താനെ തൊടാൻ കഴിയില്ല. നമ്മൾ ഇരിക്കുന്ന ആരുടെ കൂടാണ്? നമ്മുടെ കർത്താവിന്റെ കൂടെയാണ്. ഇപ്പൊ അമേരിക്കൻ സൈന്യത്തിന്റെ അടുക്ക വന്നിട്ട് ഒരാൾ വന്ന് പറയുകയാണ്, നിങ്ങളെ സൊമാലിയ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതിക്ക് നോക്കിക്ക്, സൊമാലിയ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് അമേരിക്കൻ പട്ടാളക്കാരോട് പറഞ്ഞാൽ അവനത് തമാശയായിട്ടല്ലേ തോന്നുകയുള്ളൂ. കാരണം സൊമാലിയ എന്ന രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം നമുക്കറിയാം. ഇതുപോലെയാണ് നമ്മൾ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുമ്പോൾ നമുക്കെതിരെ ഒരു ശത്രുവിനും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള ഒരു വിശ്വാസം ഇന്ന് ഈ സമയത്ത് നമ്മുടെ അന്തരാത്മാവിലേക്ക് വ്യാപരിക്കപ്പെടേണ്ടതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു ചിന്ത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സ്വർഗസ്ഥലത്തിൽ നാം ഇരുത്തപ്പെട്ടിരിക്കുമ്പോൾ സകലതും എവിടെയാണ്? നമ്മുടെ കാൽ കീഴിലാണ്. സകലവും നമ്മുടെ കാൽ കീഴിൽ എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽ കീഴിലാണ് സകലതും എന്ന് എഫേസ്യരുടെ 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാള് രക്ഷിക്കപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം സ്വർഗസ്ഥലം ഇരിക്കുന്നിടത്തോളം കാലം സകല കാര്യങ്ങളും അവന്റെ അണ്ടറിലാണ്. ഒരു ശക്തിക്കും ആ വ്യക്തിയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ശ്രേഷ്ഠമേറിയതാണ്, ഉദാത്തമായതാണെന്ന് നാം മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഒന്നുകൂടെ ആ വാക്യം 3-ന്റെ ആ 2-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. 3-ന്റെ ആ 2-ാമത് വേദഭാഗം ഒന്ന് വായിച്ചാൽ. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ തന്നെ വായിക്കാം. നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ് വെളിപ്പെടും. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ദൈവത്താൽ നമ്മൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ? ഈ വാക്യം പറയുന്നു, 1, നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ചിന്ത എപ്പോഴും ഉയരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണമെന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. 1, ഉയരത്തിലുള്ള കാര്യം നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. 2, ഉയരത്തിലുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കണം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ പൗലോസ് ഓർപ്പിക്കുകയാണ്. എന്താണ് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്യം? ഇങ്ങനെയാണ്, സെറ്റ് യുവർ മൈൻഡ് ഓൺ ഹെവൻലി തിങ്സ് എന്നാണ്. നിങ്ങളുടെ മൈൻഡിനെ സ്വർഗവുമായിട്ട് സെറ്റ് ചെയ്ത് വെക്കണമെന്നാണ്. സെറ്റ് ചെയ്ത് വെക്കുക. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ മൈൻഡ്, നമ്മൾ ഇരിക്കുന്ന ഇടം ഉയരമായതുകൊണ്ടും സ്വർഗസ്ഥലമായിരിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ ചിന്താധാരകളെ, നിങ്ങളുടെ മനസ്സിനെ അവിടെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണമെന്നാണ് ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഒരു മൊബൈൽ ഫോൺ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് സെറ്റ് ചെയ്യത്തില്ലയോ? അത് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ മൊബൈൽ ഫോൺ എന്ത് ചെയ്യാറുള്ളൂ? അതിന്റെ പ്രോപ്പർ വേയിൽ അത് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. ഇതുപോലെ ദൈവം നമ്മളെ അവിടെ കൊണ്ട് വെച്ചിരിക്കുമ്പോൾ അവിടെ ഇരുത്തി എന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മുടെ ചിന്തകൾ ഭൂമി ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ചിന്തകളെ എങ്ങനെയായിരിക്കണം? ദൈവത്തിന്റെ വചനപ്രകാരം ഉയരത്തിലെ ആ പവർ ഹൗസുമായിട്ട് സെറ്റ് ചെയ്ത് വെക്കണമെന്നാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. വ്യക്തമാക്കിയാൽ എപ്പോഴും നമുക്ക് സ്വർഗവുമായിട്ട് ഒരു കണക്ഷൻ നമുക്ക് വേണം. ദൈവമായിട്ട് എപ്പോഴും നമുക്ക് കണക്ഷൻ വേണമെന്ന്
ഈ വാക്യം ഓർപ്പിക്കുക. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, നമ്മൾ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫങ്ഷൻ ചെയ്യും. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിചാരങ്ങൾ, ഇത് മുഴുവൻ എവിടെയാണ്? സ്വർഗത്തിൽ സെറ്റ് ചെയ്ത് വച്ചിരിക്കണമെന്നും അങ്ങനെ ചിന്തിക്കണമെന്നും തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുക. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടിയല്ല, ലോകീയ വ്യവഹാരങ്ങൾക്ക് വേണ്ടിയല്ല, സ്വർഗീയമായതിനു വേണ്ടി നാം എന്ത് ചെയ്യണം? അതിനുവേണ്ടി ആഗ്രഹിക്കണമെന്നും അതിനുവേണ്ടി നമ്മൾ താല്പര്യപ്പെടണമെന്നും ഒക്കെ ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ വേദപുസ്തകം പഠിക്കുമ്പം ഈ സ്വർഗത്തിൽ നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി പൗലോസ് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് അത് പറയാൻ കാരണം? ഈ സ്വർഗവുമായിട്ട് നമുക്ക് എന്താണ്, എന്തൊക്കെ ബന്ധങ്ങളാണുള്ളത്? അത് പറയാൻ കാരണം പൗലോസ് പല വാക്യങ്ങളിലൂടെ ഓർപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മുടെ പേരെവിടെയാണ്? യേശു പറയും, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, ഭൂതങ്ങൾ പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിച്ചപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ അത് കണ്ടല്ല സന്തോഷിക്കേണ്ടത്, പിന്നെ എന്താണ്? നിങ്ങളുടെ പേര് ജീവന്റെ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണമെന്ന് പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ എവിടെയാകുന്നു? സ്വർഗത്തിലാകുന്നു. നമ്മുടെ ഈ കൊലോസ്യർ വായിക്കുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. പിന്നെ മറ്റൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ സമ്പത്ത് മൊത്തം എവിടെയാണ്? സ്വർഗത്തിലാണെന്ന് എബ്രായർ വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പേര് സ്വർഗത്തിലാണ്, നമ്മുടെ സമ്പത്ത് സ്വർഗത്തിലാണ്, നമ്മുടെ ചിന്ത സ്വർഗത്തിലാണ്, പിന്നെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, പിന്നെ നമ്മുടെ പിതാവ് എവിടെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാവ് എവിടെയാണ്? നമ്മുടെ പിതാവ് സ്വർഗത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നമ്മൾ എവിടുത്തെ കാര്യമാണ് ചിന്തിക്കേണ്ടുന്നത്? ഞാൻ എന്ന ആത്മമനുഷ്യൻ, പ്യുവർലി ഞാൻ ഒരു ആത്മീയ മനുഷ്യനായിട്ടിരിക്കുമ്പോൾ എനിക്കിനി ചിന്തിക്കാനുള്ള കാര്യം എവിടുത്തേതാണ്? സ്വർഗത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ പ്രധാനമായും ചിന്തിക്കാനുള്ളൂ. എന്റെ ലക്ഷ്യം മുഴുവനും അവിടെയാണ്. എന്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗം മൊത്തം എവിടെയാണ്? സ്വർഗത്തിലാണ്. കാരണം പിതാവ് സ്വർഗത്തില്, യേശു സ്വർഗത്തില്, എന്റെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തില്, എന്റെ സമ്പത്ത് സ്വർഗത്തില്. നോക്കിക്കേ, ഞാനുമായി ബന്ധപ്പെട്ടത് എല്ലാം തന്നെ സ്വർഗത്തിലായിരിക്കുമ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വർഗീയമായ വിഷയങ്ങളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. രണ്ടാമത്തെ ചിന്ത, ഈ വാക്യത്തിൽ രണ്ടാമത്തെ ചിന്ത, നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ എന്ത് ചെയ്യണം? സീക്ക്, അല്ലെ? സീക്ക് ദ തിങ്സ് വിച്ച് ഈസ് ഇൻ അബവ്. ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണമെന്നാണ് പറയുക. എന്ന് പറയുമ്പോൾ ദൈവീക താല്പര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, സഭായകം തുടങ്ങുമ്പോൾ തന്നെ വന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുണ്ടായി, നമ്മൾ യോഗത്തിൽ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ തുടങ്ങുന്ന മൊത്തം പാട്ട് മൊത്തം ഭൗതികം, പ്രാർത്ഥന മൊത്തം ഭൗതികം, പ്രസംഗിച്ചാൽ മൊത്തം ഭൗതികം, പിന്നെ ആശീർവാദം മാത്രമേ ഉള്ളൂ ഭൗതികമല്ലാത്തത്. ബാക്കി മുഴുവൻ എന്താണ്? ഇപ്പൊ എവിടെ ചെന്നാൽ ഇതാ പരിപാടി, പാട്ട് പാടുമ്പോഴും മുഴുവനും ഭൗതികമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിന് ചെന്നിരിക്കുമ്പോൾ എന്താ സംഭവം? പാട്ട് പാടി തുടങ്ങും തന്നെ ഭാരം പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്. ഞാനുള്ള ഭാരമെല്ലാം പുറത്ത് വെച്ചിട്ട് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ഒന്നിച്ച് കയറിയിരിക്കുമ്പോൾ ആദ്യത്തെ പാട്ട് മുഴുവനും ഭാരം. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ച്, കർത്താവ്, രണ്ടാമത്തെ പാട്ട് ഭാരം മാറി വേറെ വല്ല പാട്ട് വരുമായിരിക്കുന്നു. രണ്ടാമത്തെ പാട്ട് തിരമാല പോലെ ഭാരം വരും. പിന്നെ അല്ല, മൂന്നാമത്തെ പാട്ട്, കർത്താവ്, മൂന്നാമത്തെ പാട്ടെങ്കിലും പുതിയ പാട്ട് വരും. മൂന്നാമത്തെ പാട്ട് പാടിയപ്പം എന്താ പറയാ, കൊടുങ്കാറ്റ് പോലെ ഭാരം വരുന്നു. അവസാനം ഭാരം പുറത്ത് വെച്ച എന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? മൂന്നാമത്തെ പാട്ടിന് ഭാരം കയറി. കാരണം എന്നാണ്? പാട്ട് മുഴുവനും ഭാരമാണ്. ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങൾ, പാട്ട് ഭാരം, പാട്ട് ഇവിടുത്തത്, പിന്നെ പ്രാർത്ഥന മുഴുവൻ ഇവിടുത്തത്, പ്രസംഗം മുഴുവൻ ഇവിടുത്തത്. ഞാൻ ചോദിക്കുക, നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചവരാ? സ്തോത്രം. ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങണ്ടാലോ? സമുദായത്തിൽ നിന്നാ പോരായിരുന്നോ? മർത്തോമ ഓർത്തഡോക്സ് സമുദായം വിട്ട് ഇറങ്ങിയവരല്ലേ നമ്മുടെ പിതാക്കന്മാരും നമ്മളൊക്കെ? നമുക്ക് അവിടെ നിന്നാൽ മതിയായിരുന്നല്ലോ. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങിയ? ഒരു ഉപദേശ രൂപത്തെ കണ്ടു, ഉപദേശ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി, വചനം പഠിപ്പിക്കുന്ന മഹനീയ സത്യങ്ങളുണ്ട്. അതിനുവേണ്ടി ജീവിച്ചാൽ മാത്രമേ എവിടെ പോകാൻ പറ്റുള്ളൂ? ദൈവരാജ്യത്തിൽ പോകാൻ കഴിയുന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇതിനകത്ത് വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിന്ത മൊത്തം എവിടത്തെ കാര്യങ്ങളായിരിക്കണം? ഉയരത്തിലെ കാര്യമായിരിക്കണം. ഞാൻ ഒരു പാട്ട് പോലും പാടിയാൽ
ആ പാട്ടിനകത്ത് മുഴുവന്റെ ചിന്ത എന്താ? സ്വർഗത്തിലെ അപ്പനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളായിരിക്കണം. സ്തോത്രം. നിങ്ങൾ ഈ ശബരിമല സീസണിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ ശബരിമല ഗാനങ്ങൾ പലതും അവന്റെ അയ്യപ്പനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളാ. അല്ല അവന് വീട്ടിൽ അരി കിട്ടിയെന്നും അവന് തുണി മേടിച്ചു കൊടുത്തെന്നും അവനെ സൗഖ്യമാക്കിയ പാട്ടൊന്നല്ല അവർ പാടുന്നത്. അവര് മൊത്തം അവർ അയ്യപ്പനെ പ്രകീർത്തിക്കുന്ന പാട്ടാണ് അവർ പാടിപ്പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയും പോലും ബോധം നമുക്കില്ലേ? ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ രക്ഷിതാവിനെ, നമ്മുടെ കർത്താവിനെ, നമ്മുടെ രാജാതി രാജാവിനെ, എന്നെ വീണ്ടെടുത്ത് ജീവന്റെ പുസ്തകത്തിന്റെ പേരെഴുതിയ, സ്തോത്രം, എന്നെ ആത്മീകമായി എന്നെ ജീവിപ്പിച്ച ആ രക്ഷാനായകനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ വേണം നമ്മൾ പാടാൻ. അല്ലാത്ത പാട്ടുകൾ പാടിയ സഹോദരങ്ങളെ, പിന്നെ ഞാൻ പറഞ്ഞതിന്റെ കൂട്ട് നേരെ ഭൂമിയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നടക്കുന്ന, ഭൂമിയുള്ളത് മാത്രം ചിന്തിപ്പിക്കുന്ന, മോഹങ്ങൾ ജനിപ്പിക്കുന്ന, മോഹങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ യാദൃശികമായി തന്നെ നമ്മൾ വഴുതി വീഴുകയാണ്. അങ്ങനെ വരാതിരിക്കേണ്ടതിന് പൗലോസ് ഓർപ്പിക്കുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ അന്വേഷിക്കണം, അവിടുത്തെ നിങ്ങൾ ചിന്തിക്കണമെന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഇതാണ് ഇതിനകത്ത് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ പിന്നെ മുമ്പോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾ മരിച്ചു, നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, പിന്നെ നിങ്ങൾ തേജസ്സിൽ വെളിപ്പെടും. ഈ വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു, പിന്നെ നമ്മുടെ ജീവനായകൻ വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ ഫലത്തിൽ നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മുടെ പാസ്റ്റ് അനുഭവമാണ്, നമ്മുടെ ഭൂതകാല അനുഭവമാണ്. രണ്ട്, നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ പ്രസന്റ് ഈ ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടാവസ്ഥ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ തേജസ് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവികാല സംബന്ധിയായ വിഷയങ്ങളാണ്. വർത്തമാനമുണ്ട്, ഭൂതമുണ്ട്, ഭാവിയുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും എവിടെ കാണാൻ കഴിയുന്നുണ്ട്? ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂതകാല അനുഭവമാണ്. ക്രിസ്തുവിൽ നിങ്ങൾ മറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അത് വർത്തമാനകാല അനുഭവമാണ്. നിങ്ങൾ തേജസ് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ അത് ഭാവികാല അനുഭവമാണ്. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവികാലത്തെയും ഒരുപോലെ ബന്ധിപ്പിച്ച് പൗലോസ് പറയുക, നിങ്ങൾ ഈ മൂന്നർത്ഥത്തിലും എവിടെയാണ്? ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ എവിടെയാണ് ഈ മൂന്നർത്ഥത്തിലും? ഈ മൂന്നർത്ഥത്തിലും പ്രൈസ് ദി ലോർഡ് നമ്മൾ ക്രിസ്തുവിലാണെന്നാണ്. ഒന്ന്, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. രണ്ട്, ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു. മൂന്ന്, ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ തേജസ്സിന് വെളിപ്പെടും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾക്കകത്ത് നമ്മുടെ മൂന്ന് കാലങ്ങളെയും ഒരുമിച്ച് ബന്ധിപ്പിച്ച് നമ്മളെ ക്രിസ്തുവിൽ ഇണക്കി ചേർത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയെ ഓർക്കുമ്പോൾ ആ ദൈവത്തെ നമുക്ക് എത്ര കണ്ട് സ്തുതിച്ചാലും നമുക്ക് മതി വരികയില്ല. നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരാണ്. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ക്രിസ്തുവിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഒരാൾ മരിച്ച ഒരാളുടെ പ്രത്യേകത എന്താ? മരിച്ചയാൾക്ക് ഒന്നും അറിയില്ല. അറിയാമോ? മരിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒന്നും അറിയില്ല. ഒരാൾ മരിച്ചു കിടക്കുക, അദ്ദേഹം പറയുമോ ആണ്ട് അപ്പുറത്തെ ശോശാമ വന്നപ്പോ എന്നെ കണ്ടപ്പോ ചിരിച്ചില്ല എന്ന് മരിച്ചു കിടക്കുന്ന ആൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കാരണം എന്നാണ്? അവൻ മരിച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലോകപരമായ തിന്മയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? നമുക്ക് യാതൊരുവിധ പരാതികളില്ല, നമുക്ക് പരിഭവങ്ങളില്ല, നമുക്ക് ആരോട് കംപ്ലൈന്റുകളില്ല. കാരണം എന്താണ് കംപ്ലൈന്റ് ഇല്ലാത്തതിന് കാരണം? നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരാണ്. ക്രിസ്തുവിൽ മരിച്ചവരെ സംബന്ധിച്ച് അവർക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല, കംപ്ലൈന്റുകളില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മൊത്തം അങ്ങനത്തെ ഒരു ലോകമല്ലേ? എന്നെ കണ്ടപ്പം മിണ്ടിയില്ല, എന്നോട് സഹകരിച്ചില്ല, എന്നെ ഒറ്റപ്പെടുത്തി, ഇല്ലേ? പ്രസംഗം പോലും കേട്ട അങ്ങനത്തെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. നിന്നെ ഒറ്റപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ നീ ഒറ്റയ്ക്കായ മണ്ഡലങ്ങൾ എന്ന് പറയാറില്ല. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിൽ നമ്മൾ മരിച്ചവരാണെങ്കിൽ നമ്മൾ ആരൊറ്റപ്പെടുത്തിയാൽ എന്താ കാര്യം? ക്രിസ്തുവില്ലേ നമ്മുടെ കൂടെ? ഒറ്റയ്ക്കായിക്കൊള്ളട്ടെ, നമ്മൾ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ക്രിസ്തുവിൽ മരിച്ചവനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പരാതികളെ അല്ല. ആമേ, സ്തോത്രം. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിനെ ഭരിക്കണം. രണ്ടാമത് നമ്മൾ കാണുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. എന്താണ് അതിന്റെ അവസ്ഥ? അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയാണ്. ക്രിസ്തുവിൽ നമ്മൾ പ്രസന്റ്, ഈ വർത്തമാന കാലഘട്ടത്തിൽ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ മറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിലാണ്.
ഒരാൾ നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണാൻ കഴിയട്ടെ. ഒരാൾ നമ്മളെ സംസാരിക്കുമ്പോൾ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് നടത്തപ്പെടാൻ കഴിയട്ടെ. അങ്ങനെ എല്ലാം ക്രിസ്തുവിങ്കിലേക്ക് ആയിരിക്കുന്ന ഒരവസ്ഥ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം. ഈ വാക്യത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പഴയ നിയമത്തിലൊരു വാക്യം ഉണ്ടല്ലോ, 91 സങ്കീർത്തനം, കാണാപ്പാടം അല്ലെ. കോവിഡ് വന്ന സമയത്തൊക്കെ ഞാൻ ഖത്തറിലായിരുന്നു. അന്ന് പല ആൾക്കാരും നിരന്തരം വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. എന്തായിരുന്നു? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവ്വസനെങ്കിലും പാർക്കുകയും ചെയ്യുന്നവൻ എന്നുള്ള ആ സംഗീതം നമുക്ക് എല്ലാവരും കാണാതെ അറിയാലോ. അപ്പം അവിടെ ഒരാൾ ഡൊല്ലിംഗ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ, അത്യുന്നതന്റെ രഹസ്യത്തിൽ വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ 91ന്റെ 1 ഇല്ലാത്ത ഒരാൾക്ക് 91ന്റെ 10 കാണുമോ? ഒരർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു വാതിന് കൂടെ നമ്മൾ പറയുമ്പോൾ ഞാൻ ആ വാക്യം വെച്ചെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 91ന്റെ 1 ഉണ്ടെങ്കിലേ 91ന്റെ 10 നമുക്ക് ബാധകമാകുകയുള്ളൂ. അപ്പൊ അത്യുന്നതന്റെ മറവിൽ എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരം വസിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ആ വാക്യത്തെ ഈ പുതിയ നിയമത്തിലെ പൗലോസിന്റെ വാക്യവുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ, കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാനായി കഴിയും? ക്രിസ്തുവിൽ ഞാൻ മറഞ്ഞിരിക്കുമ്പോൾ എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുകയാ. ഞാനുമായി സംസാരിക്കുന്നവർ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം എപ്പോഴും ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നവരായി തീരേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഒരു സ്വയങ്ങൾക്കും അവിടെ സ്ഥാനമില്ല. സ്വയത്വത്തിന് അല്ലെ, അദ്ദേഹത്തിന്റെ സ്വയത്വപരമായ കാര്യങ്ങൾക്ക്, സ്വയമായ പുകഴ്ചകൾക്ക്, സ്വയമായിട്ടുള്ള പ്രശംസകൾക്ക് ഒന്നും അവിടെ സ്ഥാനമില്ല. അവിടെ യേശുവാണ് നിലകൊള്ളുന്നത് എന്ന് കാണാനായി സാധിക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവസാനം നിങ്ങൾ കാണുന്നുണ്ട്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. അപ്പോൾ നമ്മൾ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥ നമ്മൾ ഇരുത്തിയിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട് സഹോദരങ്ങളെ. സ്തോത്രം. ആ ഒരു അനുഭവം നമ്മൾ ജീവിച്ച് മുൻപോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മുൻപോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവനോടുകൂടെ നമ്മളും തേജസ്സിൽ വെളിപ്പെടും. ഇത് നമ്മുടെ പ്രത്യാശ. പഴയ ഭക്തന്മാരൊക്കെ പാടിയ പാട്ടുകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ, അതെന്നാശയെ അതെന്നാനന്ദമേ എന്ന് ഭക്തന്മാർ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. അതിൽ കുറഞ്ഞ ഒരു പ്രത്യാശ നമുക്കില്ല. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഈ വെളിപ്പാട് പ്രാപിക്കാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ ഞാൻ ഓർപ്പിക്കുകയാണ്, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിച്ച് ക്രിസ്തു നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുമായുള്ള ബന്ധത്തിൽ നാം നിരന്തരം ജീവിച്ച് മുൻപോട്ട് പോകുന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് വെളിപ്പെടാനായി കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രത്യാശ നമ്മുടെ അന്തരംഗത്തെ ഭരിക്കേണ്ടതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സ്ഥാനം ചെറിയതല്ല, നമ്മുടെ പൊസിഷൻ ചെറിയതല്ല, നമ്മുടെ നിലവാരങ്ങൾ, നമ്മുടെ പദവികൾ നിസ്സാരമല്ലെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ മുമ്പാകെ അടച്ചാട്ടെ. നമുക്ക് ദൈവത്തോട് ഇന്ന് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനും മഹത്വം. ദൈവത്തിന് മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ ആമേൻ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീകമായ ശ്രേഷ്ഠ പദവികളെ ആത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ട് സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവുമായുള്ള നമ്മുടെ ആ ബന്ധത്തിന് യാതൊരു വിഘാതം വരാതെ, ഇഹലോക വിഷയങ്ങൾക്കൊക്കെ നമ്മൾ ആരും കുടുങ്ങിപ്പോകാതെ, ഉയരത്തിലെ കാര്യങ്ങൾ നാം എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ദൈവികമായതിനു വേണ്ടി ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.